ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. മൂവി റിലീസാവുന്ന 28-ാം തീയതിയാണ്. ഐ തിങ്ക് ഓൺ ദ സെയിം ഡേ തന്നെ ലോക്കയും റിലീസ് ആവുന്നുണ്ട്. ഈ ഒരു ഓണം അടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ കുറേ മൂവീസ് വരുന്നുണ്ട്. എനിക്കൊന്ന് മറ്റേ ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ ഫാഫയുടെ മൂവിയും 29-ാം തീയതി റിലീസ് ആവുകയാണ്. അപ്പോൾ കുറേ മൂവീസ് ഇങ്ങനെ ലൈൻഡ് അപ്പ് ആണ്. അത് മലയാളം ആയാലും തെലുഗു ആയാലും കന്നഡ ആയാലും കുറേ ഉണ്ട്. അപ്പം ഏത് മൂവി തൂക്കുമെന്നൊന്നും അറിയില്ല ഓണം. ഞാനിപ്പോൾ ഹോപ്പ് ചെയ്യുന്ന എല്ലാ മൂവിയും അടിപൊളിയായിരിക്കണം. എല്ലാവരും ഫാമിലി ആയിട്ട് പോകുമ്പം അവർക്കൊരു എന്റർടൈൻമെന്റും ഒക്കെ കിട്ടണമെന്നാണ് വിചാരിക്കുന്നത്. ഓണമൊക്കെ അല്ലേ. പിന്നെ ടീസർ വന്നപ്പം നമുക്ക് ഏകദേശം ഇതൊരു ഫീൽ ഗുഡ് മൂവി പോലൊക്കെ ഫീൽ ചെയ്തു. ഓൾസോ ഇതൊരു മറ്റേ ഫാമിലി സറൗണ്ടഡ് ഒരു മൂവി പോലൊക്കെ തോന്നി. ബാക്കി എന്തായാലും ഇപ്പൊ ട്രെയിലർ ആയിട്ട് ബാക്കി സംസാരിക്കാം. നമ്മൾ മറച്ചു വെക്കുന്ന ഒരു കാര്യം, അത് നമ്മൾ പോലും അറിയാതെ വാതിൽപ്പഴുതിലൂടെ കടന്നു വരുന്ന ഒരു കാറ്റ് പോലെ നമ്മളെ വന്ന് തലോടുകയും അത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്തൊരു കാറ്റാകും. അതിൻ്റെ അഗാധമായ ആർദ്ര തലങ്ങളിൽ നമ്മളൊന്ന് ആടി ഉലയുകയും ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ചിലപ്പോൾ ചതറി പതറി നിൽക്കുന്ന ഒരു അവസ്ഥയില്ല. ആ അവസ്ഥയിലാണ് ഞാൻ. പറയൂ. അതെ, എനിക്കും മനസ്സിലായില്ല. വിജയം എന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവള് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. എന്താ? അമ്മ ആ അങ്കിളിനെയാണ് കെട്ടിയിരുന്നെങ്കിലേ എനിക്ക് കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരു അച്ഛനെ കിട്ടിയേനേന്ന്. അങ്ങനെയൊന്നുമില്ല. എന്തായാലും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ മ്യൂസിക്കും ഒക്കെ കൊള്ളാം. ഹൃദയപൂർവ്വം. ഓക്കെ ഓക്കെ. സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെറുതായിട്ട് ഫീൽ ഗുഡ് മൂവി ആയിട്ട് പിന്നെ അങ്ങോട്ട് വേറെ ട്വിസ്റ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാൻ ചാൻസ് ഉള്ള പോലെ തോന്നുന്നു. പിന്നെ ലാലേട്ടൻ്റെ ഒരു ക്യാരക്ടർ കണ്ടിട്ട് എനിക്കിങ്ങനെ ഒരു ഫീലുണ്ട്, എന്തോക്കെ ഒളിപ്പിച്ചു വെക്കുന്ന ഭാവമൊക്കെ ഉണ്ട്. അപ്പം ഇതായിരുന്നു നമ്മുടെ റിയാക്ഷൻ. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഒന്നും പറയാനില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എന്തായാലും 28-ാം തീയതി റിലീസ് ആവാം. ഐ തിങ്ക് ജസ്റ്റ് 2 more days വിൽ ഗെറ്റ് ടു സീ. അപ്പം ബാക്കി ഇനിയിപ്പോൾ റിവ്യൂ ഒക്കെ വരുമ്പോൾ നമുക്കറിയാം മൂവി എത്ര നല്ലതാണ് എത്ര നല്ലതല്ല, അതിൻ്റെ കഥ എങ്ങനെയാണെന്നൊക്കെ. അപ്പം എനിവേ ദിസ് വാസ് മൈ റിയാക്ഷൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു കമന്റ് ഡൗൺ ബിലോ. വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം.